നമുക്ക് ആ മുതലപ്പുഴയിലെ പ്രശ്നത്തിലേക്ക് പോകാം. അവിടെ മണൽ നീക്കത്തിന് ഡ്രഡ്ജർ എത്തിക്കാൻ ഫിഷറീസ് വകുപ്പ് തയ്യാറെടുക്കുന്നുവെന്നാണ് അറിയുന്നത്. ചെന്നൈയിൽ നിന്നോ തൃശ്ശൂരിൽ നിന്നോ യന്ത്രം എത്തിക്കാനാണ് ശ്രമം. അതേസമയം എക്സവേറ്ററുകൾ ഉപയോഗിച്ച് മണൽ നീക്കാനാണ് ശ്രമമെങ്കിൽ തടയുമെന്നും മത്സ്യത്തൊഴിലാളികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ജനം TV ആണ് മുതലപ്പുഴയിലെ ഈ ദുരിതം പുറത്തെത്തിച്ചത്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, അവർ ഇന്നലെ പാത ഉപരോധമടക്കം നടത്തിയിരുന്നു. അതിനുശേഷം പറഞ്ഞു ഡ്രഡ്ജർ എത്തിക്കൂ, ഈ മണൽത്തിട്ടകൾ നീക്കം ചെയ്യൂ, ഞങ്ങൾ നോക്കട്ടെ നടപടികൾ എത്രത്തോളം മുന്നോട്ട് പോകുന്നുണ്ട് എന്ന്. ചൊവ്വാഴ്ചയോടെ ഇത് പൂർണ്ണമായില്ല എങ്കിൽ ബുധനാഴ്ച മുതൽ സെക്രട്ടേറിയറ്റ് നടയിലേക്ക് ഞങ്ങൾ സമരവുമായി എത്തുമെന്നുള്ള കാര്യം വ്യക്തമാക്കിക്കൊണ്ടാണ് താൽക്കാലികമായി അവർ ഇത് അവസാനിപ്പിച്ചത്. അപ്പോൾ എങ്ങനെയാണ്, ഡ്രഡ്ജർ കൊണ്ടുവരാൻ തന്നെയാണോ നീക്കം, അതോ അവിടെയും തട്ടിപ്പുകൾ നടക്കുമോ? ഈ ട്രച്ചർ കൊണ്ടുവരും എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു നീക്കം ഇപ്പോൾ നിലവിലെ ഫിഷറീസ് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതേസമയം എക്സ്കവേറ്ററുകൾ കൊണ്ടുവന്ന് ആദ്യഘട്ടത്തിൽ മണലുകൾ നീക്കാനുള്ള ഒരു ശ്രമം നടത്തുമെന്ന ഒരു വിലയിരുത്തൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിലപാട് ഫിഷറീസ് വകുപ്പ് മുന്നോട്ട് വച്ചെങ്കിലും അതിനെ എതിർക്കുന്ന തരത്തിലുള്ള നിലപാടായിരുന്നു മത്സ്യത്തൊഴിലാളികൾ പ്രധാനമായും ഉന്നയിച്ചത്. ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് ഇത്തരത്തിൽ മണൽത്തിട്ടകൾ രൂപപ്പെട്ടു എന്ന് സംബന്ധിച്ചുള്ള കൃത്യമായ വാർത്ത അല്ലെങ്കിൽ അതുമായി മത്സ്യത്തൊഴിലാളികളുടെ ദുരിതങ്ങൾ പുറം ലോകത്തേക്ക് എത്തിച്ചത് ജനം TV ആണ്. കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് ഈ വാർത്ത ജനം TV റിപ്പോർട്ട് ചെയ്യുന്നത്. അതിന് തൊട്ടു പിന്നാലെ തന്നെ മത്സ്യത്തൊഴിലാളികൾ അവരുടെ ദുരിതങ്ങളും പ്രശ്നങ്ങളും അവർക്ക് മത്സ്യബന്ധനത്തിന് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങളെ കുറിച്ചൊക്കെ ജനം TVയോട് വിശദീകരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തൊട്ടു പിന്നാലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നോ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. ആ ഘട്ടത്തിലാണ് മത്സ്യത്തൊഴിലാളികൾ പ്രത്യക്ഷമായ ഒരു സമരത്തിലേക്ക് നീങ്ങിയത്. റോഡ് ഉപരോധിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്ക് മത്സ്യത്തൊഴിലാളികൾ നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആ സമയത്ത് സർക്കാർ ആദ്യഘട്ടത്തിൽ അറിയിച്ചിരുന്നത് പ്രത്യേകിച്ച് ഈ ട്രഡ്ജറിന് പകരം എക്സ്കവേറ്ററുകൾ ഉപയോഗിച്ചുകൊണ്ട് ഉള്ള ഒരു മണൽ നീക്കം ആദ്യഘട്ടത്തിൽ നടത്താമെന്ന ഒരു തീരുമാനം സർക്കാർ പറയുന്ന ഒരു തരത്തിലേക്കൊക്കെ മത്സ്യത്തൊഴിലാളികളെ കാര്യങ്ങൾ ധരിപ്പിച്ചിരുന്നു. പക്ഷേ അത് സാധ്യമല്ല. ട്രഡ്ജറുകൾ എത്തിച്ചുകൊണ്ട് തന്നെ ഇത്തരത്തിൽ മണൽ നീക്കാനുള്ള നടപടികൾ നടത്തണം. എന്നാൽ മാത്രമേ അത് അടിയന്തര സാഹചര്യത്തിൽ അത്തരത്തിലുള്ള മണൽ നീക്കം നടത്തിക്കൊണ്ട് അവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് ചെറു വള്ളങ്ങൾ, ചെറു ബോട്ടുകൾ ഈ കരയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങൾ പോലും വ്യക്തമാകുന്നുണ്ട്. ഇപ്പോൾ ആ മത്സ്യത്തൊഴിലാളികൾക്ക് ആർക്കും വള്ളങ്ങൾ തങ്ങളുടെ ഉപജീവന മാർഗത്തിനായി വള്ളങ്ങൾ കടലിലേക്ക് ഇറക്കാനോ അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിന് പോകാനോ കഴിയാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അത് അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടായില്ലെങ്കിൽ തങ്ങളുടെ കുടുംബങ്ങൾ അടക്കം പട്ടിണിയിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ അറിയിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ കഴിഞ്ഞ ദിവസം പ്രത്യക്ഷമായ റോഡ് ഉപരോധത്തിൽ അടക്കം പോകുന്ന ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയത്. ഇനിയും വരും ദിവസങ്ങളിൽ ഈ ട്രഡ്ജർ എത്തിക്കാത്ത സാഹചര്യം ഉണ്ടായാൽ തങ്ങൾ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന നിലപാട് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഉന്നയിക്കുന്നത്. പ്രധാനമായും ജനം TV വാർത്ത നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് സർക്കാരിന്റെ കണ്ണു തുറന്നതും ഈ വിഷയത്തിൽ ഇടപെടാൻ ഉള്ള തീരുമാനത്തിലേക്ക് സർക്കാരും ഫിഷറീസ് വകുപ്പ് പോലും കടന്നിരിക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇല്ലെങ്കിൽ ഒരുപക്ഷെ ഇനിയും കാലതാമസം ഉണ്ടാകുകയാണെങ്കിൽ പ്രത്യക്ഷ സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് എത്തും എന്ന് തന്നെയാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. വീണ, വിനോദ്.